മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മുടെ പ്രതാപന് ഇരുട്ടടി കിട്ടുന്നു. ഇത്തവണ ഇരുട്ടടി കിട്ടുന്നത് മിക്കവാറും മരിച്ചുപോയ കണ്ണൻ്റെയും അതുപോലെ ഉണ്ണിയും മഞ്ജുവിൻ്റെയൊക്കെ അച്ഛനാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒന്നാമതേ കരുണമോള് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം മുതൽ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ണിയുടെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തയാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ദുർഗയാണെങ്കിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇതുപോലെ കർമ്മങ്ങളൊന്നും വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല, കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും ആക്സിഡൻറ്റിനെ പറ്റിയൊക്കെ ഓർമ്മ വരുമെന്ന് വെച്ചിട്ട് കണ്ണൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഉണ്ണിയും ഇവിടുന്ന് ആരും അങ്ങനെ പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇപ്പോഴും ശാന്തി കിട്ടിയിട്ടില്ലെന്നാണ് തനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരുണയോടെ. അതേപോലെ തന്നെ ഇപ്പം ഗതി കിട്ടാത്ത ആത്മാവായിട്ട് വന്ന് പ്രതാപനെ കണക്കിന് പഞ്ഞിക്കിടുവാണോ? എന്തായാലും കരുണയുടെയും ഉണ്ണിയുടെയൊക്കെ അഹങ്കാരത്തിന് ഒരു താക്കീത്. മാത്രമല്ല ഈ മുത്തശ്ശിയും പ്രതാപനും അത്ര നിസാരക്കാരൊന്നും അല്ലല്ലോ. കരുണയുടെ അതേ ക്രൂരത പോലെ തന്നെയല്ലേ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരും കൂട്ടുനിന്നതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൻ ഇങ്ങനെ തല്ലി ശരിയാക്കി ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു താക്കീത് കൊടുക്കാനായിട്ട് മാർക്കോ അവിടേക്ക് വരുന്നുണ്ട്. വീണ്ടും മാർക്കോയെ കണ്ട് മുത്തശ്ശിയും പ്രതാപനും നല്ലതുപോലെ പേടിക്കുന്നു. വീണ്ടും തല്ലി ശരിയാക്കുമോ? ഒന്നാമത് ശരീരം ഓക്കെ ആയിട്ടില്ല, അതിൻ്റെ കൂടെ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിച്ചില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞ് മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരുപോലെ ക്ഷേതമേറ്റിരിക്കുന്ന സമയത്താണ് വീണ്ടും മാർക്കോ വരുന്നത്. ഇനിയും കണ്ണനെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കരുണയുടെ ദേഹത്തുനിന്ന് ചോര പൊടിയും എന്നുള്ളൊരു താക്കീത് കൊടുത്ത് മുത്തശ്ശിയും പ്രതാപിനെയും നന്നായിട്ട് വിരട്ടിയതിന് ശേഷം നമ്മുടെ മാർക്കോ അവിടുന്ന് പോകുന്നു. അപ്പോഴത്തേക്കും പ്രതാപനും മുത്തശ്ശിക്കും പേടിയും ടെൻഷനൊക്കെ ആകുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ആരുണ്ട് കാത്തു സംരക്ഷിക്കാൻ? ഇപ്പം തന്നെ തനിക്ക് ആപത്ത് വന്ന് ഇത്രയും ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മകൾക്കും മരുമകനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി കണ്ണനെയും മഹാലക്ഷ്മിയും പിന്നാലെ നടന്ന് വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കടന്നിട്ട് തന്നെ ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കാനുള്ള മര്യാദ പോലും തൻ്റെ മരുമകൻ കാണിച്ചില്ലല്ലോ. അവന് സ്നേഹവും അടുത്തൂടെ പോലും പോയിട്ടില്ല, സ്വത്തും പണവും മാത്രം മതി. അതുകൊണ്ടാണ് അവൻ എൻ്റെ മോളുടെ പിന്നാലെ നടക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും തനിക്കിങ്ങനെ പറ്റി കിടന്നിട്ട് പോലും അവനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ആ വീൽ ചെയറിലിരിക്കുന്നവൻ എന്നെ ഒന്ന് കാണാനെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു. അതെന്തായാലും നീ പറഞ്ഞത് ശരിയാടാ പ്രതാപ, അവന് പ്രത്യേകിച്ച് ആരോടും ഒരു സ്നേഹവും ഇല്ല. ആ കരുണമോളെ തന്നെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാൻ അവന് കഴിയാഞ്ഞിട്ടാണോ? ഇപ്പോൾ ഉള്ള ജോലിയും പോയി, ശമ്പളം കിട്ടിയിരുന്ന കാലത്തും അവനെ കൊണ്ടൊരു ഗുണമില്ലായിരുന്നു, ഇപ്പോഴും ഒരു ഗുണവുമില്ല. എന്തായാലും നമുക്ക് പറ്റിയ ഒരു വല്ലാത്ത മണ്ടത്തരായി പോയയുടെ പ്രതാപ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്ത് മാർക്കോയാണെങ്കിൽ നമ്മുടെ സാഗറിനെ കാണുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് രണ്ടെണ്ണവും അടികൊണ്ട് അവശരായിട്ട് കിടക്കുവാണെന്ന് എനിക്കറിയാം, എങ്കിലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവും കാണില്ല. ഇവിടുന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആ ദുഷ്ടൻ തീർച്ചയായിട്ടും വീണ്ടും കണ്ണസാറിൻ്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും പിന്നാലെ നടക്കും, അവരെ വീണ്ടും ദ്രോഹിക്കാൻ. അങ്ങനെയൊന്നും ആർക്കും ഒത്തോണം കണ്ണസാറിനെയോ മഹാലക്ഷ്മിയെയോ ഉപദ്രവിക്കാൻ പറ്റില്ല. അവരെ നിഴൽ പോലെ കാത്തു സംരക്ഷിക്കാൻ രണ്ട് കണ്ണുകളുണ്ട്. അത് മറ്റാരുടെയും അല്ല, ഒന്ന് ആ സിദ്ധിയായ അമ്മയുടെ അനുഗ്രഹവും ആശംസകളും എല്ലാം കണ്ണസാറിൻ്റെയും മഹാലക്ഷ്മി ഏട്ടത്തിയുടെയും പിന്നാലെയുണ്ട്. അതുകൊണ്ട് അവർക്കൊരാപത്തും വരാതെ ദൈവങ്ങളും അതുപോലെ തന്നെ കണ്ണസാറിൻ്റെ ആത്മാവും അവർക്ക് പിന്നാലെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം സാഗറും പറയുന്നു, പറഞ്ഞതിൽ അല്പം കാര്യമില്ലാതില്ല. ആ സാറ് തന്നെ ഒരിക്കലും എണീറ്റ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്താലാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കവേ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കണ്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണന് വിവരിച്ചു കൊടുക്കുന്നു. എന്നാൽ രാത്രി സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു നിഴൽ, അതായത് അദൃശ്യനായിട്ടുള്ള ഒരു നിഴൽ തന്നെ വേട്ടയാടുന്നത് പോലെയും ആ നിഴൽ കണ്ട് പേടിച്ചലറി പ്രതാപൻ തട്ടി വീഴുന്ന സമയത്ത് ആ നിഴൽ തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണനാണോ അതോ ഇനി കണ്ണൻ്റെ അച്ഛനാണോ മുമ്പിൽ വന്ന് നിൽക്കാൻ പോകുന്നത്? മിക്കവാറും പ്രതാപൻ സ്വപ്നം കണ്ടതാകും, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ വീണ്ടും കണ്ണൻ്റെ അച്ഛനോ അല്ലെങ്കിൽ കണ്ണനോ പഞ്ഞിക്കിടാൻ വന്നതായിരിക്കും. എന്നാലും അത് തോന്നുന്നില്ല. എന്തായാലും പ്രതാപൻ സ്വപ്നം കണ്ടതാകാനേ സാധ്യതയുള്ളൂ. അതായത് കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങി, കണ്ണനും മഹാലക്ഷ്മിയും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു സ്വപ്നം മനസ്സിലേക്ക് വന്നതെന്ന് അറിയത്തില്ല. എന്തായാലും മേഘൻ എണീറ്റ് നടക്കുന്നത് വരെ ഉള്ളൂ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഈ ഒളിച്ചു കളി. അതിനുശേഷം എല്ലാവരും തിരിച്ചറിയും. പക്ഷേ എങ്കിലും ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. സ്വപ്നത്തിലും അല്ലാതെ പല തോന്നലായിട്ടേ ഉള്ളൂ കണ്ണനോ മഹാലക്ഷ്മി. അവർ തങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുവാണോ എന്നുള്ള കാര്യത്തിൽ, അതായത് മുമ്പ് പ്രേതനാടകം കളിച്ചത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും
പൂർണ്ണ പിന്തുണയോടും അറിവോടും കൂടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയം പ്രതാപൻ്റെ മനസ്സിൽ ഇല്ലാതില്ല. പക്ഷേ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം.